രൂപയുടെ പച്ചക്കറി. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നേരെ ഡയറക്റ്റ് ഫ്രിഡ്ജിൽ കയറ്റി വെക്കുമല്ലേ. മെഴുക്ക് പുരട്ടി തോരനൊക്കെ വെക്കും. നീ വെള്ള ഞാൻ എടുത്തു. എന്താ നല്ല മധുരം ഉണ്ടല്ലോ. അതൊന്ന് പോലും നല്ല മധുരമുണ്ട്. ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളെ രാവിലെ തെർമൽ കുക്കറിൽ ചോറ് വെച്ചതാണ്. പെട്ടെന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് വേവിച്ചതാണ്. നമുക്ക് ഫുള്ള് ബിസി ആയിരുന്നു. അപ്പം നമ്മളിന്ന് പകലാണെങ്കിൽ വീട്ടിൽ അങ്ങനെ ഇരുന്നിട്ടേ ഇല്ല കേട്ടോ. രാവിലെ ഇച്ചിരി പുട്ടും ഉണ്ടാക്കി കഴിച്ച് പോയതാണ്. പിന്നെ നമ്മൾ ഇരുട്ടി കഴിഞ്ഞാൽ വരുന്നത്. അപ്പോൾ ചോറൊക്കെ അവിടെ വെന്തിരിക്കുമായിരുന്നു. പക്ഷേ അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഒരുമാതിരി എല്ലാം വറ്റിയിട്ട് ഇപ്പം നമ്മളിതാ നമ്മുടെ അടപ്പിൽ വയ്ക്കുന്ന കഞ്ഞിക്കാലം നന്നായിട്ട് തേച്ച് കഴുകി അതിനകത്തേക്ക് ആ ചോറിട്ടിട്ട് വീണ്ടും കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിക്കാൻ വെച്ചേക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. അപ്പോൾ പച്ചക്കറിയൊക്കെ ഇനി ഫ്രിഡ്ജിനകത്തേക്ക് മാറ്റണം. എന്നിട്ട് എന്തെങ്കിലും കഴിക്കണം, കിടന്നുറങ്ങണം. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം ഞാനും ചേട്ടനും ഉണ്ട്. ആൻസൂട്ടൻ എക്സാം ആയതുകൊണ്ട് ആൻസൂട്ടൻ വായിച്ചും പഠിച്ച് ഇവിടെയൊക്കെ വേദനയാണെന്നും പറഞ്ഞ് നേരത്തെ തന്നെ പോയി കിടന്നു. പിന്നെ ഫുഡ് കഴിച്ച് പാല് ബൂസ്റ്റൊക്കെ ഇട്ട് കുടിച്ചു, പഴംപൊരി കഴിച്ചു, ഏതാണ്ടൊക്കെ കഴിച്ചു. തണ്ണിമത്തൻ കഴിച്ചു. തണ്ണിമത്തൻ ഫ്രിഡ്ജിൽ വെച്ചോ. അവിടെ നിന്ന് തറവാട്ടിൽ പോയപ്പോൾ അവിടെ നിന്നും കഴിച്ചു. ചാച്ചന് 2 പഴം കൊടുത്തില്ല, ഓർന്നെടുത്ത് തിന്നു. അവരുള്ളത് സെപ്പറേറ്റ് വേറെ ഉണ്ടായിരുന്നു. അവർ ഞാനതെടുത്ത് കഴിച്ചു. പിന്നെ ചാച്ചന് വേറെ കൊടുത്തു. അപ്പം നമുക്കതാ ഇത്രയും പച്ചക്കറി ഉണ്ട് കേട്ടോ. ഇത് 5 കിലോ പച്ചക്കറിയാണ്. 5 കിലോ 100 രൂപയുടെ പച്ചക്കറി. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നേരെ ഡയറക്റ്റ് ഫ്രിഡ്ജിൽ കയറ്റി വെക്കുമല്ലേ. ഇതാണ് നമ്മുടെ 100 രൂപ പച്ചക്കറി. ചേട്ടൻ പിന്നെ എന്തോ ഈ പണ്ട് കുഞ്ഞിപ്പിള്ളേർ കാണിക്കും പോലെ വായും കൊണ്ടുള്ള പരിപാടിയാണ് മൊത്തത്തിൽ. ഒരു മിച്ചറിൻ്റെ കൂട് പൊട്ടിക്കാൻ കൊടുത്താൽ വായും കൊണ്ട് കടിച്ചു പൊട്ടിക്കും. ഇന്നാണെങ്കിൽ അവന് ഒരു ജ്യൂസ് വാങ്ങിയിട്ട് കുപ്പിയുടെ അടപ്പ് തുറക്കണില്ല എന്നും പറഞ്ഞ് പപ്പയുടെ കൊടുത്തപ്പോൾ വായും കൊണ്ട് അടപ്പ് കടിച്ചു പൊട്ടിച്ച്. അപ്പോൾ നമുക്ക് ഈ മുറിഞ്ഞ പച്ചക്കറി വേറെ മാറ്റണം, അല്ലാത്ത പച്ചക്കറി വേറെ മാറ്റണം. അത് മേലെ ഗ്ലാസ് നമുക്ക് താഴെ വയ്ക്കുവാ. ഞാൻ താഴെ ചമ്മതം പടിഞ്ഞിരിക്കാൻ പോവാണ്. നമ്മുടെ കടയിൽ നിന്ന് കൊണ്ടുവന്ന ഫ്രിഡ്ജാണ് കേട്ടോ ഇത്. കട നിർത്തിയത് എന്തിനാന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. നമ്മൾ Q&A വീഡിയോയിൽ ഒരുപാട് വന്നിട്ടുണ്ട് കമൻസ്. എന്തിനാ കട നിർത്തിയത്. അപ്പം നമ്മൾ അതിൻ്റെ വീഡിയോ ഞാനൊന്ന് ഇരിക്കട്ടെ കേട്ടാ. എൻ്റെ പൊന്നോ, ഒറ്റ കയ്യിൽ വേണ്ട എടുക്കാനില്ല. അപ്പോൾ കട നിർത്തിയതൊക്കെ നമ്മൾ നേരത്തെ പഴയ വീഡിയോയിലൊക്കെ ഇഷ്ടംപോലെ പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ Q&Aയിൽ നമ്മൾ വീണ്ടും പറയട്ടെ. അപ്പോൾ ഈ പച്ചമുളക് ഇതിനകത്ത് പച്ചമുളക് മാറ്റണം. ഇളക്കണ്ട, തന്നെ എന്തോളും. വാ ഐസ് നല്ല തണുത്തിരിക്കണം. അതാണ്ട് ഐസ്. വാ
അപ്പം ഈ പച്ചപ്പയറായിട്ട് ടോപ്പി വയ്ക്കുമായിരിക്കും ബെറ്റർ. പച്ചപ്പയർ എപ്പോഴും കേടായി പോണതല്ലേ. ഇപ്പം ഇതാണ് കേട്ടോ നമ്മുടെ 100 രൂപ 10 രൂപ 100 രൂപയ്ക്കകത്തുള്ള പച്ചക്കറിയിൽ അവിടെ ഉണ്ടോ പേപ്പറാ? പേപ്പർ ഇട്ടാലും കുഴപ്പമില്ല, കറയാണ്. നമ്മൾ വാഴക്കൊല വെട്ടാൻ പോയേ. കൊല വെട്ടാൻ പോയിട്ട് അതിൽ 2 കൊല ഫുള്ള് പഴുത്തു പോയി. നമ്മളത് കൊണ്ടുവന്നിട്ടുണ്ട് വീട്ടിൽ. അപ്പം നമുക്കിനി ഒരാഴ്ചത്തേക്ക് പുട്ട്, പഴം പുട്ട്, ഉപ്പുമാവ്, പഴം ഉപ്പുമാവ് ഇത് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പം പാവയ്ക്കയും കൂടെ മണ്ടയ്ക്ക വെക്കണം. നാളെ പാവയ്ക്ക വാങ്ങിയിട്ട് ഒന്ന് വെക്കാം. അല്ല ഞാനുണ്ടാവും കറിക്ക് അരിഞ്ഞു വെച്ചേക്കോ തോരന് വേണ്ടി. ആ ബീൻസും ഇതല്ലാണ്ട് തേങ്ങയും ചിരണ്ടി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കോ. ഇനി ഇച്ചിരി കടുക് വിട്ട് പൊട്ടിച്ചാക്കി കിട്ടാൻ പാത്രം മതി. ഇത് നമുക്ക് ഇപ്പുറത്തേക്ക് മാറ്റാം. ഇല്ല ചേട്ടൻ്റെ അടുത്ത് വന്നാലും ഞാൻ ഇങ്ങോട്ട് മാറ്റിക്കോളാം. ഇനിയിപ്പോൾ ഈ പാവയ്ക്ക ഞാൻ തോരൻ വെച്ചുതരാം. ഇതും സാമ്പാറുണ്ടാക്കണം. ഇപ്പം ഇച്ചിരി പഴം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇച്ചിരി ദോശ ഉണ്ടാക്കണം. അതൊക്കെ ഇങ്ങോട്ടിട്ടോ, വാഴക്കൊക്കെ ഇങ്ങോട്ടിട്ടോ. അത് കഷണാക്കിയ പച്ചക്കറിയല്ല, അതിലേക്ക് ഇടണ്ട, ഇങ്ങോട്ടിട്ടാൽ മതി. അതെന്തുവാ ആവിച്ചിരിക്കുക. കഷണം ഇത്തവണ കൂടുതലാണ്. എന്നാലും ഇത്രയും പാവയ്ക്ക വന്നില്ലേ ചേട്ടാ? അപ്പം പാവയ്ക്ക ഇത്രയും വന്നില്ലേ? അപ്പോൾ വെയിറ്റ് ഇടും. പിന്നെ പയർ അത്രയും വന്നില്ലേ? അതാണ് ഇത്. ഇതൊക്കെ ഉടഞ്ഞ കിട്ടേക്കാറുന്നില്ല. മുളകുണ്ടോ? അത് പോയ മുളകല്ല, അതൊക്കെ പിന്നെ പറക്കാം. അതിനകത്തേക്ക് ഇങ്ങോട്ട് ഇട്ടേരെ. നമുക്ക് സാമ്പാറിന് എടുക്കാം. വെണ്ടയ്ക്ക പറിക്കാനും നിൽപ്പുണ്ട്. അത് മൂത്ത് പോയോന്നറിയില്ല. നമ്മുടെ വെണ്ട നിൽക്കണ വെണ്ടയ്ക്ക മൂത്ത് പോയോ ചേട്ടാ? ചേട്ടാ കുനിഞ്ഞു നിൽക്കുക. ഇതെന്തോന്നാ? ഞാനങ്ങനെ ഇതിങ്ങോട്ടിട. ക്യാരറ്റ്, ആ ക്യാരറ്റ് അവിടെ ഇരുന്നുണ്ട്. അത് സെപ്പറേറ്റ്, അത് ആദ്യം എടുത്ത് തീർക്കണം തോരൻ വെക്കാനൊക്കെ. ഞാൻ ബീൻസും ക്യാരറ്റും കൂടെ തോരൻ വെക്കണത് ഇപ്പം നിലവിൽ. ക്യാരറ്റ് തന്നെ വെക്കുമല്ലോ, എന്തെങ്കിലും കൂടെ ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ബീൻസിൻ്റെ ഒക്കെ കൂടെ. ഇനി പച്ചപ്പയറിൻ്റെ മണ്ടയ്ക്ക് വയ്ക്കാം. പച്ചമുളക് വേറെ സെപ്പറേറ്റ് വയ്ക്കാം. വേറെ പച്ചമുളകും ഉണ്ട്, അത് അങ്ങോട്ട് വെക്കണം. അതിലൊരു വെള്ളം പോലെ തോന്നും, പെട്ടെന്ന് പൂത്ത് പോകുന്നത് കണ്ടോ? ആ മാറ്റ്. പാവയ്ക്ക മോളി വെച്ചോ. പാവയ്ക്ക ഞാൻ നാളെ കഴിഞ്ഞ് തോരൻ വയ്ക്കാം. നാളെ ഇപ്പോൾ തോരനുണ്ട്, അല്ലേ പിന്നെ വെക്കായിരുന്നു. നാളെ കക്കയിറച്ചി ഉണ്ടാക്കി ഒരു തോരനും ഉണ്ടാക്കണം. ചാറുകറി എന്ത് വയ്ക്കും? നാളെ പുട്ടാണോ ചേട്ടാ? എന്ത് ഉത്സാഹത്തിലാണ് പറയണത്, നാളെ പുട്ടാണ്. പിന്നെ ഇപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ.
പച്ചമുളക്, പാവയ്ക്ക, പിന്നെ കഷണങ്ങൾ കുറച്ചധികം ഉണ്ട്. ചേന മത്തങ്ങ കൂടെ എരിശ്ശേരി വെച്ചാലും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ ഉണ്ടാക്കണം. ഇതാണ് നമ്മുടെ 100 രൂപയ്ക്ക് കിട്ടിയ സത്യത്തിൽ ഇപ്പോൾ പച്ചക്കറിക്ക് എന്ന് പറയുമ്പോൾ കിലോയ്ക്കൊക്കെ നല്ല വിലയാണ്. നോയമ്പ് കാലമായതുകൊണ്ട് പച്ചക്കറിക്ക് നല്ല വിലയാണ്. അപ്പോൾ പിന്നെ ഇത് കിട്ടണം, നമുക്ക് ഡബിൾ ഹാപ്പിയാണ്. അവിടെ പോകണം. ഫ്രിഡ്ജിനകത്ത് ഫ്രിഡ്ജ് തുടയ്ക്കാറായിട്ടുണ്ട്. നമ്മൾ തുടച്ച് ഇങ്ങോട്ട് കയറ്റി വെച്ചിട്ട് തുടച്ചില്ലായിരുന്നു അല്ലേ? അല്ല, ഇതിന്റെ അവസ്ഥ വളരെ പരിതാ. കടയിലിരുന്നിരുന്നിരുന്ന പൊടി ആയായിരുന്നു മൊത്തം. അതോ അത് ആ പാത്രത്തിൽ നിന്നൊന്ന് മാറ്റാൻ. ഇതിനകത്ത് നിറച്ച് പച്ചമുളകാ. ഇതെന്താ, ഇത് നിറച്ച് പച്ചമുളകാ. ഇതിനകത്ത് ക്യാരറ്റും ഉണ്ട്. അപ്പൊ എന്നാ ചെയ്യും ചേട്ടാ, അത് ഇതുപോലെ ഒരു കൂടിനകത്താക്കി ഇവിടെ വെക്കാം. അപ്പൊ ഞാൻ ആവശ്യാനുസരണം എടുത്തോളാം. ഈ പച്ചമുളകും ഇപ്പൊ മീൻകറിയൊക്കെ വെക്കുമല്ലേ, നമ്മള് മുട്ട പൊരിക്കാറില്ല. അതെ പച്ചമുളക് ഇപ്പൊ ചെലവാകാത്തത്. ഇത് കണ്ടോ, ഇന്നലെ ഞങ്ങൾ അജ്മൽ ബിസ്മിയിൽ പോയിട്ടുണ്ടായിരുന്നേ. അപ്പം നമ്മൾ അവിടെ നിന്ന് വാങ്ങിയതാണ്. ഡെയിലി ഒരു ഗ്ലാസ് പാലും 2 ഡേഴ്സും കഴിച്ചിട്ടുണ്ടെങ്കിൽ ബ്ലഡ് ഉണ്ടാകും എന്നോർത്തിട്ട് വാങ്ങിയതാണ്. പക്ഷേ പാല് കുടിക്കും, ഡേറ്റിൻ്റെ കാര്യം മറന്നുണ്ട്. ചേട്ടനെൻ്റെ അവിടെ നിന്ന് തിരിയണം. പിന്നെ നമ്മൾ സ്ക്വാഷ് വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ടാങ്ക് വാങ്ങി ജ്യൂസിന് വേണ്ടിയിട്ടൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോന്നോരോന്നൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പം നാളെ നമുക്ക് ഇറച്ചി ഉണ്ടാക്കണം. വേറെ ഷിമിക്കൂട്ടിലേക്ക് ഇടാം. ചുമ്മാ ഇട്ടാ മതിയോ? ആ, ചെറിയ തക്കാളിക്ക് ടേസ്റ്റ് ഉണ്ടെന്നാ പറഞ്ഞ കേട്ടെ. ദക്ഷിണ വ്ളോഗ് എന്നും പറഞ്ഞ എൻ്റെ ഒരു ചാനൽ കാണാറുണ്ട്, ഒരു മുത്തശ്ശി. അത് അവരിങ്ങനെ കുഞ്ഞു തക്കാളിയെ ചമ്മന്തി അരയ്ക്കുന്ന, അതിനകത്ത് കാന്താരി മുളകൊക്കെ ഇട്ട് ഞെരടി ചെറിയ പിരിപിരൂന്നിരിക്കണ തക്കാളി. അതെന്ത് തക്കാളിയാ ചേട്ടാ? ഏതാ? തണ്ണിമത്തങ്ങ. എനിക്ക് കഷ്ണം മുറിച്ച് തരുമോ ചേട്ടാ? ആ, ഞാനെന്നാ എഴുന്നേക്കട്ടെ. തലമുടിയൊക്കെ പൊക്കി കെട്ടി വെച്ചേക്കും. അയ്യോ പൊന്നെ വള്ളി, കൈയൊക്കെ വേദന എടുക്കുന്ന. ചുമ. തണ്ണിമത്തങ്ങ വാങ്ങിയിട്ട് തണ്ണിമത്തങ്ങയുടെ ഉള്ളിൽ ചുവന്നുമില്ല അല്ലേ? ഉണ്ടോ? എന്നാ നാച്ചുറലായിരിക്കും. എനിക്കൊക്കെ തന്നായിരുന്നു, പക്ഷെ ഞാൻ തിരക്കായതുകൊണ്ട് കഴിച്ചില്ല. ഒത്തിരി മുറിക്കണ്ട, ഞാൻ ഒത്തിരി ഒന്നും തിന്നൂല. കളറില്ലെങ്കിലും മധുരം ഉണ്ടല്ലേ? തണ്ണിമത്തങ്ങയുടെ ഇവിടുത്തെ ഭാഗം തോരൻ വെക്കാന്ന് കേട്ടിട്ടുണ്ട്. തോരൻ വെക്കാൻ നല്ലതാണ് ഞാൻ കേട്ടിട്ടുണ്ട്. മെഴുക്ക് പുരട്ടി തോരനൊക്കെ വെക്കും. നീ വെള്ള ഞാൻ എടുത്തു. എന്താ നല്ല മധുരം ഉണ്ടല്ലോ. അതൊന്നു പോലും അങ്ങനെ പഠിച്ചതല്ല. നല്ല മധുരമുണ്ട്. നമ്മൾ തണ്ണിമത്തങ്ങ വന്നിട്ടാ ഉണ്ടാവുക ചേട്ടാ? നമുക്ക് നട്ടാലോ?
എന്നാ ഞാൻ കൊണ്ടൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ചേച്ചി തണ്ണിമത്തങ്ങ നട്ട വീഡിയോ നിറച്ചുണ്ടായിട്ടുണ്ട്. മണല അവരെ വീടിന്റെ മുറ്റത്തൊക്കെ. കരുനാഗപ്പള്ളി ഭാഗം. തണുപ്പിലിരുന്നോണ്ടാ. പല്ലൊക്കെ എന്തുപോലെ. തണ്ണിമത്തങ്ങ ഏറ്റവും ഇഷ്ടം ആൻസിന്. അവന് വലിയ ഇഷ്ടാ. കുളിക്കണില്ല? കുളിക്കണുണ്ടോ? ഞാൻ കഞ്ഞി കുടിച്ചില്ലല്ലോ. കഞ്ഞിയല്ല, കുളിക്കണുണ്ടോ ചോദിച്ചത്. അയ്യ, പിന്നെ രാത്രി കുളിച്ച പനി വരും. കഞ്ഞി കുടിക്കണ്ടേ? കഞ്ഞി കുടിക്കണ്ടേ? ആ, കുടിക്കണം. കഞ്ഞി എടുത്ത് കുഞ്ഞു കുടിക്കാം. കറി എന്താ? മീനുണ്ട്. ചട്ടിയോട് കൂടി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടല്ലോ. ചെമ്പല്ലി ചെറുതല്ലേ ഉള്ളൂ, ചട്ടിയില്ല. ഇല്ല, അതിന്റെ ചട്ടിയിൽ ഇരിക്കുന്ന ഇതല്ലേ മാങ്ങക്കറി. ചക്കക്കുരു വാങ്ങാം. എന്ത് ഹാപ്പിയാ ചേട്ടൻ. ചക്കക്കുരു മാങ്ങ ഉണ്ടെങ്കിൽ പിന്നെ വേറൊരു കറിയും വേണ്ട. പച്ചയ അതിനാ അതങ്ങനെയായിട്ടാ. ചക്കക്കുരു മാങ്ങനെ വെല്ലാൻ അതിനകത്ത് 2 മുരിങ്ങക്കോലും ഇട്ടാൽ 2 കഷ്ണം ഇട്ടാൽ 2 ഉണക്കച്ചമീനും കൂടെ എന്താ ഇരിക്കട നോക്ക്. ഇങ്ങനെ കളിച്ച് വെച്ച് വെച്ചിട്ട് ഇഷ്ടം. എന്നിട്ടാ നീ ഇത് കൂടുതൽ തിന്നു കഴിഞ്ഞാൽ നാട്ടുകാരെന്നെ പറയും നമുക്ക് തല്ലും. ആ ചേട്ടൻ നിനക്ക് ആ ചേട്ടനൊന്നും കൊടുക്കണില്ല എന്ന് പറയും ആൾക്കാർ. നിനക്ക് ദോഷം ശീല. നീ തൊണ്ടൊക്കെ തിന്നുമെന്ന് പറഞ്ഞാലേ ചേട്ടൻ തിന്നൊക്കെ വീഡിയോയിൽ കാണാറുണ്ട് എല്ലാവരും. തൊണ്ട് തിന്നുണ്ടോ? തൊണ്ട് തിന്നണ എന്നാ പശുവാണ് കേട്ടോ. പശു കാല് തിരുമിത്താ ചേട്ടാ. ഇച്ചിരി നേരം പിടിക്കില്ല. ഞാനിത് വൈൻഡപ്പ് ചെയ്യാൻ പോവാ. നമ്മൾ പച്ചക്കറി എടുത്തു വെക്കണം. വീഡിയോ എടുക്കാൻ വന്നവരല്ലേ. അതെന്നാ ഓറഞ്ച്. ഇന്ന് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ കഴിച്ചു കേട്ടോ. എന്തൊക്കെയോ കഴിച്ചു. പഴംപൊരി കഴിച്ചു, ഓറഞ്ച് കഴിച്ചു, പിന്നെ ബ്രദേഴ്സ് കേക്കിലേക്ക് എനിക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ടൊരു കേക്ക് പീസ് തന്നിട്ടുണ്ടായിരുന്നേ. ഒറിജിനൽ, അതായത് ഫ്ലേവർ ചേർക്കാതെ ഒറിജിനൽ പൈനാപ്പിൾ കൊണ്ടുണ്ടാക്കിയ കേക്ക്. 6 ദിവസം വരെ ഇരിക്കുമെന്ന് പറഞ്ഞു. അവരുടെ പുതിയ ഡിഷാണ് കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. ഞാൻ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ട്. ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് നമ്മൾ ഇടുന്നതായിരിക്കും. ഓ, മാംസലമായ ഭാഗം. അതിൻ്റെ ഇടയ്ക്ക് ദേഹമായ മനുഷ്യ തിരിച്ചു വന്നിട്ടൊന്ന് അടുക്കുന്ന മാംസലമായ ഭാഗം ചെത്തി എടുത്തിട്ട് അതെനിക്ക് തരുമെന്ന് എനിക്കറിയാം. ചേട്ടൻ എന്തോ എനിക്ക് തന്നിട്ടേ തിന്നാറുള്ളൂ. കണ്ട നല്ല
നമ്മുടെ വീട്ടിലൊരു പുതിയ അതിഥി കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിലും ഈ എതിരെ പോയാലും ഈ വയ്യാത്തതിനെയും ഒക്കെ രക്ഷിക്കാനായിട്ട് ചേട്ടൻ്റെ മുമ്പിലേക്ക് എങ്ങനെയെങ്കിലുമൊക്കെ വന്ന് വീണുകൊണ്ടേയിരിക്കും. ആ അതിഥി ഏതാണെന്ന് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. ഇനി ആർക്കെങ്കിലും ഗസ് ചെയ്യാനുണ്ടെങ്കിൽ ആരായിരിക്കും അതിഥി എന്ന് ഒന്ന് പറയണം കേട്ടോ. അതും ഈ പറഞ്ഞതുപോലെ അവശയായിട്ട് നമുക്ക് കിട്ടിയതാണ്. പക്ഷെ ഇപ്പം നല്ല ഉഷാറായിട്ടുണ്ട്. അപ്പം നമ്മുടെ പ്രാവും കുഞ്ഞിനെ കിട്ടിയതുപോലെ തന്നെ കിട്ടിയ ഒരു അതിഥിയാണ്. അതിനെ നമ്മൾ സംരക്ഷിച്ച് എഴുന്നേൽക്കാറാവുമ്പോഴത്തേക്കും നമ്മൾ ഓപ്പണാക്കി. അതിന് തന്നെ ജീവിക്കാനാകുമ്പോഴത്തേക്കും നമ്മൾ അല്ലെങ്കിൽ അവനാണ് അവളാണെന്ന് അറിയില്ല, അതിനെയും നമ്മൾ ഫ്രീഡം കൊടുത്ത് വിടുന്നതായിരിക്കും. അപ്പം അത് അതിഥി ആരാന്നറിയാനായിട്ട് ചെറിയൊരു സസ്പെൻസ് എല്ലാവരും കമൻറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ബാസ്കിമോൻ ആ അതിഥിയെ കാണുമ്പോൾ എന്താണേലും ഹാപ്പിയാകും. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം പലരും പറയുന്നുണ്ട് വീഡിയോ ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന്. സ്ഥിരമായിട്ടൊരു യൂട്യൂബിലൊരു വീഡിയോ നമ്മൾ കാണുന്നില്ല എങ്കിൽ, ഒരു ചാനൽ നമ്മൾ കാണാറില്ല എങ്കിൽ, കുറച്ച് നാളല്ല അത് കണ്ടില്ലെങ്കിൽ പിന്നെ നോട്ടിഫിക്കേഷൻ നമുക്ക് യൂട്യൂബ് ഇട്ട് തരത്തില്ല. അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. അതുകൊണ്ട് നിങ്ങളിപ്പോൾ കാണാതെ പോയാലും നമ്മൾ വീഡിയോ ഇടണില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. നമ്മൾ ഡെയിലി വീഡിയോ ഇടുന്നതാണ്. ഷോർട്സ് വീഡിയോ എങ്കിലും നമ്മൾ ദിവസം ഇടുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി ബിന്ദുസ് ഡ്രീംസ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി യൂട്യൂബിനകത്ത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ദിവസം കാണുന്നവർക്ക് മാത്രമേ നമ്മൾ വിടുന്ന സമയത്ത് വീഡിയോ എപ്പോഴും അപ്ലോഡ് ആവുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതും ഒന്ന് ശ്രദ്ധിച്ചേക്കുക. അപ്പോൾ ബൈ. പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഡിസൈനിങ് ഓഫ് ബിന്ദുസ് ഡ്രീംസ്. ബൈ.